ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലുമുള്ള ഒരു കരിക്ക് പുഡിംഗ് ആണ്. ഈ കരിക്കും വെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്കൊരു മിക്സിയിലിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമുക്കൊരു 10 ഗ്രാം ചൈന ഗ്രാസ് ആവശ്യത്തിന് വെള്ളത്തിൽ 5 മിനിറ്റ് കുതിർത്ത് വെക്കാം. അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ പറ്റിയ ഒരു സോസ് പാനിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കരിക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പാല് ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ചൈന ഗ്രാസും നമ്മൾ ഈ തയ്യാറാക്കിയ മിക്സും ഒരുമിച്ച് വേണം അടുപ്പിൽ വെക്കാനായിട്ട്. തീ സിമ്മിലിട്ട് വേണം രണ്ടും നന്നായിട്ടൊന്ന് ചൂടായി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാൻ. നമ്മുടെ ഈ ചൈന ഗ്രാസ് എല്ലാം ഒന്ന് അലിഞ്ഞു വരുന്നിടം വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ കരിക്കിൻ്റെ മിക്സ് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. തിളയ്ക്കുകയാണെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചൈന ഗ്രാസ് എല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ ചൈന ഗ്രാസ് നമ്മുടെ ആ മിക്സിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ആ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ചൈന ഗ്രാസ് സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ടോപ്പിങ്ങിനായിട്ട് ഞാനിവിടെ ബദാമും വാൾനട്ടും കൂടെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊരു 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചേക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും നമ്മളുടെ പുഡിങ് തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.